ഹായ് ഫ്രണ്ട്സ്, ക്വസ്റ്റ്യൻ ബാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് LDC LGS ഒക്കെ 2024 എക്സാം എഴുതുന്ന കൂട്ടുകാർക്ക് പ്രീവിയസ്, അതായത് 2023 തന്നെ ചോദിച്ചൊരു LDCയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. അതിൻ്റെ GK ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. പല ക്വസ്റ്റ്യൻസ് 2023 ആവർത്തിച്ച് വീണ്ടും ചോദിക്കുന്നുണ്ട്. അപ്പോൾ സിലബസ് വൈസ് ഈ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, പൊയ്കൽ ശ്രീ കുമാരഗുരുദേവനുമായി യോജിക്കാത്ത പ്രസ്താവന ഏത്? ഉത്തരം ബി ആണ്, 3 മാത്രം. യോഗക്ഷേമ സഭയുമായി ചേർന്ന് പ്രവർത്തിച്ചു. 2, ശരിയായ ജോഡി കണ്ടെത്തുക. ഇതിൽ ഉത്തരം വരുന്നത് ഡി ആണ്, 1ഉം 3ഉം. 1 മൂഷക വംശകാവ്യം അതുലൻ. 3 കേരള സിംഹം CV രാമൻപിള്ള. മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഘടനയുമായി യോജിക്കാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി ആണ്, 1ഉം 4ഉം. 4 ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഉത്തരം സി 1, 2, 4. 1 1953 ഒക്ടോബർ 1 ആന്ധ്ര സംസ്ഥാനം നിലവിൽ വന്നു. 2 1956 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്ര ഭരണപ്രദേശങ്ങളും ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ടു. 4 ആന്ധ്ര സംസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിന് വേണ്ടി പോറ്റി ശ്രീരാമലു മരണം വരെ നിരാഹാരം അനുഷ്ഠിച്ചു. 5-ാമത്തെ ചോദ്യം, ഫ്രഞ്ച് വിപ്ലവവുമായി യോജിക്കാത്ത പ്രസ്താവന കണ്ടെത്തുക. ബി ആണ്, 1, 3. 6 ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഉത്തരം എ ആണ്, 1, 2, 3. 1 UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം COP 27 2022 നവംബറിൽ ഈജിപ്തിലാണ് നടന്നത്. 2 ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസാണ്. 3 2022 മനുഷ്യാവകാശ ദിന മുദ്രാവാക്യം എല്ലാവർക്കും അന്തസ്സും സ്വാതന്ത്ര്യവും നീതിയും എന്നുള്ളതാണ്. 7 ഭൂമിയുടെ ആന്തരിക ഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം എ ആണ്, 1, 4. 1 ഭൂവൽക്കത്തിലെ ഭൂഖണ്ഡങ്ങളുടെ ഭാഗം SIAL എന്നും സിയാലിന് താഴെ കടൽത്തറ ഭാഗം സീമ എന്നും അറിയപ്പെടുന്നു. 4 മാൻഡിലിൻ്റെ ദുർബലമായ മുകൾ ഭാഗത്തെ ആസ്തനോഫിയർ എന്നും വിളിക്കുന്നു. 8 താഴെ പറയുന്ന ശരിയായ ജോഡി. ഉത്തരം ബി ആണ്, 1, 2. 1 ട്രോപ്പോസ്ഫിയർ കാലാവസ്ഥ പ്രതിഭാസങ്ങൾ. 2 അയണോസ്ഫിയർ റേഡിയോ തരംഗങ്ങൾ. 9 ശരിയായ ജോഡി കണ്ടെത്തുക. ഉത്തരം ബി ആണ്, 1, 4. 1 ഹിമാലയ മടക്ക് പർവ്വതം. 4 ബാരൻ ദ്വീപുകൾ അഗ്നിപർവ്വതം. 10 താഴെ പറയുന്ന ശരിയായ പ്രസ്താവന കണ്ടെത്തുക. സി ആണ്, 1, 2, 4. 1 അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് പരാമർശിച്ചിരിക്കുന്നത് പെരിയാർ നദിയാണ്. 2 ചാലക്കുടി പുഴ ആനമലയിൽ നിന്ന് ഉത്ഭവിച്ചിരിക്കുന്നു. 4 കബനി നദി കാവേരിയിൽ നിന്ന് ചേരുന്നു. 11 ശരിയായ ജോഡി ചേർക്കുക. ഉത്തരം ബി ആണ്, 2, 3 ആണ് ഇവിടുത്തെ ശരിയായ ജോഡി. മേട്ടൂർ ഡാം കാവേരി. 3 തെഹരി ഡാം ഭഗീരഥി നദി. 12 ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി ആണ്, 1, 2, 4. 1 ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ. 2 കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ. 4 ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ. 13 7/12/2022 പണ നയ കമ്മിറ്റി തീരുമാനപ്രകാരം താഴെ പറയുന്ന പണനയ ഉപാധികളിൽ ഏറ്റവും ഉയർന്ന നിരക്ക് ഏതിനാണ്? ഉത്തരമാണ് ബാങ്ക് നിരക്ക്. 14 1991 സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതല്ല? ഓപ്ഷൻ ഡി ആണ്, പ്രസ്താവന 1, 2, 3 എല്ലാം ശരിയാണ്. 1 വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾക്ക് ഇന്ത്യൻ ധനകാര്യ വിപണിയിൽ നിക്ഷേപം നടത്താൻ അനുമതി ലഭിച്ചു. പ്രസ്താവന 2 ഇറക്കുമതി നികുതിയിൽ കുറവ് വരുത്തി. പ്രസ്താവന 3 ഇറക്കുമതിയിലുള്ള ലൈസൻസിങ് നടപടിക്രമങ്ങൾ ഒഴിവാക്കി. 15 2021 സാമ്പത്തിക സർവേ റിപ്പോർട്ട്
അനുസരിച്ച് ഇന്ത്യയിൽ GDP-യിലേക്ക് വിവിധ മേഖലകൾ നൽകുന്ന സംഭാവനകളെക്കുറിച്ചുള്ള പ്രസ്താവന ശരിയായത്? ഓപ്ഷൻ ഡി ആണ് പ്രസ്താവന 1, 2, 3. 1. തൃതീയ മേഖല 50% കൂടുതൽ സംഭാവന നൽകുന്നു. 2. ദ്വിതീയ മേഖലയുടെ സംഭാവന 30% കുറവാണ്. 3. ഏറ്റവും കുറവ് സംഭാവന ചെയ്തത് പ്രാഥമിക മേഖലയാണ്. 16. പാലുൽപാദനം ബന്ധപ്പെട്ട് 2 പ്രസ്താവന താഴെ നൽകും. ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഉത്തരമേന പ്രസ്താവന 1 ശരിയാണ്, 2 ശരിയല്ല. 1. ലോകത്ത് ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിക്കുന്നത് ഇന്ത്യയാണ്. 17 ധാതുക്കളുടെ ശേഖരമുള്ള സ്ഥലം ലിസ്റ്റ് 1-ലും അവിടെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതുക്കൾ ലിസ്റ്റ് 2-ലും നൽകിയിരിക്കുന്നു. ശരിയായ ജോഡികൾ കണ്ടെത്തി ഉത്തരം നൽകുക. ഉത്തരം സി ആണ്, DCAB. ലിസ്റ്റ് 1. ഇരുമ്പ് മാലഞ്ച് ഖണ്ഡ്. സി സ്വർണം റാണിഗഞ്ച്. എ കൽക്കരി മയൂർഭഞ്ച്. ബി ചെമ്പ് കോലാർ. അടുത്ത ചോദ്യം നോക്കാം. 18 നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള പ്രസ്താവന ശരിയായത് കണ്ടെത്തിയത്? എൻ്റെ ഉത്തരം എന്ന ഡി ആണ്. പ്രസ്താവന 1, 2, 3 ശരിയാണ്. 1. സംസ്ഥാനങ്ങളുടെ സജീവ പങ്കാളിത്തത്തോടെ ദേശീയ വികസന മുൻഗണനകൾ, തന്ത്രങ്ങൾ എന്നിവ സംബന്ധിച്ച കാഴ്ചപ്പാടുകൾ വികസിപ്പിക്കുക. 2. സംസ്ഥാനങ്ങളുമായുള്ള ഘടനാപരമായ പിന്തുണ സംവിധാനങ്ങളിലൂടെ സഹകരണ ഫെഡറലിസം വളർത്തിയെടുക്കുക. 3. സാമ്പത്തിക പുരോഗതിന് വേണ്ടത്ര പ്രയോജനം ലഭിക്കാത്ത സമൂഹത്തിലെ വിഭാഗങ്ങൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകുക. 19. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷനെ കുറിച്ച് താഴെ പറഞ്ഞ പ്രസ്താവന ശരിയല്ലാത്തത്? ഉത്തരം ബി ആണ്. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമായിരുന്നു. 20. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രസ്താവന ശരിയായത് കണ്ടെത്തുക. ഉത്തരം ബി 1, 2, 3 പ്രസ്താവന ശരിയാണ്. 1. നാട്ടുരാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് 93 അംഗങ്ങളുണ്ടായിരുന്നു. 2. ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ നിന്ന് 296 അംഗങ്ങളെ തെരഞ്ഞെടുത്തു. 3. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ അടിസ്ഥാനത്തിലാണ് പ്രവിശ്യകൾ തെരഞ്ഞെടുക്കപ്പെടുന്നത്. 21. കേരള സാഹിത്യ അക്കാദമിയുടെ ഇപ്പോഴത്തെ അധ്യക്ഷൻ അല്ലെങ്കിൽ അധ്യക്ഷ ആരാണ്? 2 ശ്രീ സച്ചിദാനന്ദൻ. 22. രാജ്യത്ത് ഒരേ തരത്തിലുള്ള നഗരപാലിക സംവിധാനങ്ങൾ നടപ്പിൽ വരുത്തിയ ഭരണഘടനാ ഭേദഗതി? 2 ആണ് 74-ാം ഭേദഗതി. 23. സംസ്ഥാനത്തിൻ്റെ ഗവൺമെൻറ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി സ്ഥാപിക്കപ്പെട്ട ഏജൻസി? ഉത്തരം ബി ആണ്, സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ. 24. ഇന്ത്യയുടെ 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി അടുത്തിടെ നിയമിതനായ ജഡ്ജി ആര്? 2 ആണ്, ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. 25. സേവനാവകാശ നിയമവുമായി ബന്ധപ്പെട്ട പ്രസ്താവന ശരിയായി തിരഞ്ഞെടുക്കുക. ഉത്തരമാണ് എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 1. ഓരോ ഓഫീസും നൽകുന്ന സേവനങ്ങൾ ലഭ്യമാക്കുന്ന കാലപരിധി വ്യക്തമാക്കണം. 2. അർഹതപ്പെട്ട സേവനം നിശ്ചിത കാലപരിധിക്കുള്ളിൽ ലഭ്യമാക്കിയില്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥൻ പിഴ കൊടുക്കണം. 3. എല്ലാ ഓഫീസുകളിലും അപേക്ഷകർക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിന് ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കണം. 26. താഴെ നിലകളിൽ ഇന്ത്യൻ ഭരണഘടന ആമുഖത്തിൽ പരാമർശമില്ലാത്ത ആശയം? 2 ആണ്, വോട്ടവകാശം. 27. ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോളജി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ? ഉത്തരം സി ആണ്, തിരുവനന്തപുരം. 28. മൗലിക കടമകൾ ഉൾക്കൊള്ളുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? ഉത്തരം എ ആണ്, ആർട്ടിക്കിൾ 51A. 29. കേരളത്തിലെ സ്കൂളുകളുടെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്ന ഹൈടെക് പദ്ധതി നടപ്പിലാക്കിയ പൊതുമേഖലാ സ്ഥാപനം? ഉത്തരം ബി ആണ്, കേരള സ്റ്റേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. 30. നമ്മുടെ മൗലികാവകാശങ്ങൾ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന?
സി ആണ്. സ്വത്തവകാശം ഒരു മൗലികാവകാശമാണ്. 31 സെൻസസ് പ്രകാരം കേരളത്തിലെ സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതലുള്ള ജില്ല ഏത്? കണ്ണൂർ. 32 എല്ലാവർക്കും പാർപ്പിടം നൽകുന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയുടെ പേര്? 2 ലൈഫ് മിഷൻ പദ്ധതി. 33 ഭരണഘടനാ വ്യവസ്ഥകൾ പ്രകാരം ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതിന് അടിസ്ഥാനമല്ലാത്ത മാനദണ്ഡം? സി ആണ്. 18 വയസ്സ് പൂർത്തിയായിരിക്കുന്നു. 34 പക്ഷികളുടെ സംരക്ഷണത്തിനായി നീക്കി വച്ചിരിക്കുന്ന പ്രദേശം? ബി ആണ്. തട്ടേക്കാട്. 35 മനുഷ്യ ശരീരത്തിൽ തരുണാസ്ഥികൾ കാണപ്പെടുന്നത്? 2 ആണ്. 1, 2, 3, 4. ചെവിക്കൂടയിൽ 2, കശേരിക്കൾക്കിടയിൽ 3, 2 അസ്ഥികൾ ചേരുന്ന ഭാഗത്ത്? അത് നേസൽ സെപ്റ്റത്തിൽ. 36 എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് ആവശ്യമില്ലാത്ത ഘടകം ഏതാണ്? ആണ്. ഇരുമ്പ്. 37 COVID-19 കാരണമായ സൂക്ഷ്മജീവി? സി ആണ്. വൈറസ്. 38 ജന്തുകോശങ്ങൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാതകം ഏത്? ഉത്തരമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. 39 കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ? സി ആണ്. 1 മാത്രം, കോഴിക്കോടാണ്. 40 AB രക്തഗ്രൂപ്പുള്ള ഒരാൾക്ക് ഏതൊക്കെ ഗ്രൂപ്പുകാർക്ക് രക്തദാനം ചെയ്യാൻ സാധിക്കും? 2 ആണ്. രക്തഗ്രൂപ്പ് AB. 41 പശ്ചിമഘട്ടത്തിൽ ഉൾപ്പെടാത്ത സംസ്ഥാനം ഏത്? ബി ആണ്. രാജസ്ഥാൻ. 42 ഭൂഗുരുത്വ ത്വരണം ജിയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകളേവ? ഡി ആണ്. എല്ലാം ശരിയാണ്. 1 ജിയുടെ മൂല്യം ഭൂമിയുടെ മാസിനെയും ആരത്തെയും ആശ്രയിച്ചിരിക്കുന്നു. 2 ധ്രുവപ്രദേശങ്ങളിലെ ജിയുടെ മൂല്യം ഭൂമധ്യരേഖാ പ്രദേശത്തേക്കാൾ കൂടുതലായിരിക്കും. 3 ഒരു വസ്തുവിൻ്റെ ഭാരം തീരുമാനിക്കുന്നത് ജിയുടെ മൂല്യം കണക്കിലെടുത്തുകൊണ്ടാണ്. 4 ഒരു ആനയും ഒരു ഉറുമ്പ് നിർബാധം താഴേക്ക് പതിക്കുമ്പോൾ ജിയുടെ മൂല്യം 2 പേർക്കും തുല്യമായിരിക്കും. 43 ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ വക്രതാരം 40 സെൻറ്റിമീറ്ററാണ്. ഈ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം എത്ര? 2 ആണ്. 20 സെൻറ്റിമീറ്റർ. 44 താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ തെറ്റായ പ്രസ്താവനകളെയോ? 1 മാത്രം. 1 ഒരു ദ്രാവകത്തിൽ ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം വസ്തുവിൻ്റെ സാന്ദ്രതയെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു. 45 ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസുമായി ബന്ധപ്പെട്ട പ്രസ്താവന താഴെ തന്നിരിക്കുന്നത് എന്ന് ശരിയാണെടുത്ത? സി ആണ്. 1, 2, 3. 1 വാഹനങ്ങളിലും വ്യവസായശാലകളിലും തെർമൽ പവർ സ്റ്റേഷനുകളിലും ഇന്ധനമായി ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ഉപയോഗിക്കുന്നു. 2 പ്രകൃതി ഭാഗത്തെ ദ്രവീകരിച്ച് ദൂരസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. 3 അന്തരീക്ഷ താപനിലയിൽ വീണ്ടും ബാധകമാക്കി പൈപ്പ് ലൈനുകളിലൂടെ വിതരണം ചെയ്യാനും കഴിയും. 46 താഴെ തന്നിരിക്കുന്ന ബ്രൗൺ എന്നത് ചെയ്യാതെ? ഉത്തരം ന്യൂക്ലിയർ ഊർജം. 47 കേരളത്തിൽ പ്രളയമുണ്ടായപ്പോൾ അണുനാശിനി എന്ന നിലയിൽ ബ്ലീച്ചിങ് പൗഡർ വ്യാപകമായി ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഉപയോഗിച്ചു. അതിന് കാരണം ബ്ലീച്ചിങ് പൗഡർ ജലവുമായി പ്രവർത്തിച്ച് ഏത് വാതകം ഉണ്ടാകുന്നത് കൊണ്ടാണ്? ഉത്തരം ക്ലോറിൻ. 48 താഴെ തന്നിരിക്കുന്ന ലൈനിനെ സംബന്ധിച്ച് പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഉത്തരം ആണ്. 1, 3. 1 ലീനത്തിൻ്റെ സ്വഭാവം ലയിത്വത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. 3 ഒരു നിശ്ചിത താപനിലയിൽ പരമാവധി ലീനം ലയിച്ചു ചേർന്ന് കിട്ടുന്ന ലൈനാണ് പൂരിത ലൈൻ. 49 ആറ്റം മാതൃകയുമായി ബന്ധമുള്ള ഏതാനും ചില പ്രസ്താവനകൾ താഴെ തന്നിരിക്കുന്നത് ശരിയായ പ്രസ്താവനകളേവ? ഉത്തരം ഡി ആണ്. 1, 2, 3, 4. അത് തന്നിരിക്കുന്നതൊക്കെ ശരിയാണ്. 1 റൂദർഫോർഡിൻ്റെ സൗരയൂഥ മാതൃകയിൽ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും സഞ്ചരിക്കുമ്പോൾ ഊർജ്ജം നഷ്ടമാവുകയും ക്രമേണ അത് ന്യൂക്ലിയസിൽ പതിക്കുകയും ചെയ്യുന്നു. 2 ബോർ മാതൃകയിൽ ഒരു നിശ്ചിത ഷെല്ല് പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം കാലം ഇലക്ട്രോണുകൾക്ക് ഊർജ്ജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. 3 ബോർ മാതൃക പ്രകാരം ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഷെല്ലുകളുടെ ഊർജ്ജം കൂടി വരുന്നു. 4 തോംസൺ മാതൃകയിൽ തണ്ണിമത്തൻ്റെ ഭക്ഷ്യയോഗ്യമായ ഭാഗത്തിലുടനീളം പോസിറ്റീവ് ചാർജും വിത്ത് പോലെ ഇലക്ട്രോണുകളും വിതരണം ചെയ്യുന്ന ഒരു തണ്ണിമത്തനുമായി ആറ്റത്തെ ഉപമിച്ചിരിക്കുന്നു.
50 2022 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം കരോലിൻ ആർ ബെർട്ടോസി, മോർട്ടൻ മെൽഡൻ, കെ ബാരി ഷാർപ്ലസ് എന്നിവർക്ക് ലഭിച്ചു. എന്ത് വികസിപ്പിച്ചെടുത്തതിന് ഇവർക്ക് നോബൽ സമ്മാനം കിട്ടിയത്? ഉത്തരം ക്ലിക്ക് കെമിസ്ട്രിയുടെയും ബയോ ഓർത്തോഗോണൽ കെമിസ്ട്രിയുടെയും വികസനം. 51ാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യയിലെ വലിയ നഗരങ്ങളിൽ വായു മലിനീകരണത്തിന് കാരണമാകുന്നത് ഏത് ലോഹത്തിൻ്റെ സാന്നിധ്യമാണ്? ഉത്തരം ബി ആണ്, ലെഡിൻ്റെ സാന്നിധ്യമാണ്. 52 അവനി ലഖര പാരാലിമ്പിക്സിൽ സ്വർണം നേടിയത് ഏത് ഇനത്തിലാണ്? ക്രമേണ 10 മീറ്റർ എയർ റൈഫിൾ വിഭാഗം. 53 വരിക വരിക സാഹചര്യം തുടങ്ങുന്ന ദേശഭക്തി ഗാനത്തിൻ്റെ രചയിതാവ്? ഉത്തരം ബി ആണ്, അംശി നാരായണപിള്ള. 54 കഥകളിയിലെ ആദ്യ ചടങ്ങിൻ്റെ പേര്? ഉത്തരം സി, കേളികൊട്ട്. 55 പി കേശവദേവ് രചിച്ച ഉലക്ക എന്ന നോവൽ ഏത് സമരത്തെ പശ്ചാത്തലമാക്കി എഴുതിയിട്ടുള്ളതാണ്? ഉത്തരം എ ആണ്, പുന്നപ്ര വയലാർ സമരം. 56 വാ കുരുവി വരൂ കുവരിൽ കുരുവി വാഴക്കൈമേൽ ഇരിക്കുരുവി ഈ പ്രസിദ്ധമായ വരികൾ ആരുടേതാണ്? ഉത്തരം ഡി ആണ്, ജി ശങ്കരപ്പിള്ള. 57 ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഫാം എവിടെ സ്ഥിതി ചെയ്യുന്നു? സീഡ് ഫാം. ഉത്തരം ഡി, ആലുവ താലൂക്കിലെ തുരുത്ത്. 58 ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ്? ഉത്തരം ബി ആണ്, പി ടി ഉഷ. 59 ഉയർന്ന തരത്തിലുള്ള ഭാഷകളിൽ എഴുതിയ പ്രോഗ്രാമുകൾ യന്ത്രഭാഷകളിലേക്ക് മാറ്റാൻ ഭാഷ ഉപയോഗിക്കുന്നു? എ ആണ്, ലാംഗ്വേജ് പ്രോസസ്സർ. 60 വിവിധ തരത്തിലും പ്രോട്ടോക്കോളിലും പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടർ ശൃംഖലയെ ബന്ധിപ്പിക്കാൻ ഡാഷ് ഉപയോഗിക്കുന്നു? ഉത്തരം ബി, ഗേറ്റ് വേ. 61 ഡക്ക് ഡക്ക് ഗോ എന്നത്? ഉത്തരം ഡി, ഒരു സെർച്ച് എഞ്ചിനാണ്. 62 ഇമെയിൽ ഉപയോക്താക്കളുടെ സമ്മതമില്ലാതെ ഒരു സേവനത്തിൻ്റെ ഉൽപ്പന്നത്തിൻ്റെ പ്രചാരണത്തിന് അയക്കുന്ന സന്ദേശം? സി, സ്പാംസ്. 63 കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഒരു ഇൻപുട്ട് ഉപകരണമാണ്? സി, സ്കാനർ. 64 അറിയാനുള്ള അവകാശ നിയമം 2005 ഉദ്ദേശ ലക്ഷ്യത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക? ഉത്തരം ബി ആണ്, 1, 2, 4 മാത്രം. 1 പൊതു അധികാരികളുടെ അധീനതയിലുള്ള വിവരങ്ങൾ പൗരന്മാർക്ക് നിർബാധം ലഭ്യമാക്കുക. 2 സർക്കാർ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങളിൽ സുതാര്യതയും ഉത്തരവാദിത്വവും വർദ്ധിപ്പിക്കുക. 4 കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷൻ സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷനുകളുടെ രൂപവൽക്കരണം. 65 തത്വം നിർമ്മാതാവിന് അവസാനത്തെ ആത്യന്തികമായി ഉപയോഗം നടത്തുന്ന ഉപയോക്തനോട് വരെ ബാധ്യതയുണ്ട്. വസ്തുക്കൾ എക്സ് നിർമ്മാതാവിൽ നിന്ന് സുതാര്യമല്ലാത്ത കുപ്പിയിൽ അടച്ച വൈൻ വാങ്ങുകയും തൻ്റെ സുഹൃത്തായ വൈക്ക് പകർന്നു നൽകുകയും ചെയ്തു. അവസാനത്തെ ഗ്ലാസ് വൈൻ പകർന്നപ്പോൾ കുപ്പിയിൽ നിന്ന് അഴുകിയ ഒച്ചിൻ്റെ അവശിഷ്ടം വൈയുടെ ഗ്ലാസ്സിൽ വീഴുകയും തൽഫലമായി വൈ കടുത്ത അസ്വാസ്ഥ്യം ബാധിക്കുകയും ചെയ്തു. ആൻസർ വരുന്നത് എ ആണ്, നിർമ്മാതാവിന് വൈക്ക് നഷ്ടപരിഹാരം നൽകാൻ ബാധ്യതയുണ്ട്. 66 താഴെ കൊടുത്തുള്ള ഏത് മൗലികാവകാശ വിഭാഗത്തിലാണ് തൊട്ടുകൂടായ്മ നിർമ്മാർജ്ജനം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം ബി, തുല്യതയ്ക്കുള്ള അവകാശം. 67 പ്രസ്താവനയെ പരാതിക്കാരിയായ സ്ത്രീക്ക് നിയമപ്രകാരം അർഹതപ്പെട്ട സ്വത്തിൻ്റെ ഓഹരി നിഷേധിച്ചുള്ളത് ഗാർഹിക പീഡനമാണ്? പ്രസ്താവന 6 റീസണാണ്. പരാതിക്കാരിക്ക് നിയമപരമായ ആചാരപ്രകാരമായോ അർഹതയുള്ള സ്ത്രീധനമോ സ്വത്തോ ജീവനാംശമോ പങ്കു പാർക്കുന്ന വീടിൻ്റെ വാടക അപഹരിക്കാൻ നിഷേധിക്കാൻ ലഭ്യമാക്കുക തടയുക പരാതിക്കാരിയുടെ സ്വത്തുക്കൾ അന്യാധീനപ്പെടുത്തുക തുടങ്ങിയ ഗാർഹിക പീഡന പരിധിയിൽ വരുന്ന സാമ്പത്തിക പീഡനമാണ്. ഉത്തരം എ ആണ്. അസേർഷൻ എയും 6ഉം ശരിയാണ്. 6 എയുടെ ശരിയായ വിശദീകരണവുമാണ്.
68 താഴെ പറയുന്ന പ്രസ്താവന ശരിയായ പ്രസ്താവന. അതിന് ആൻസർ വരുന്ന ബി ആണ്. 1 തെറ്റ് 2 ശരി. ശരിയായത് കുട്ടികൾക്കെതിരായിട്ടുള്ള ലൈംഗിക അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്നത് പോക്സോ നിയമപ്രകാരം കുറ്റകരമാണ്. അടുത്തത് 69 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ബി ആണ്, ശ്രീ ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര. 70 മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് പ്രഖ്യാപനം ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ പാസാക്കി അംഗീകരിച്ചത് എന്നാണ്? ഉത്തരം ബി ആണ്, ഡിസംബർ 10, 1948. ഇത്രയും GK ക്വസ്റ്റ്യൻസ് ആണ് ഇതിലുള്ളത്. ഏറ്റവും കൂടുതൽ പ്രസ്താവന ചോദ്യങ്ങൾ ചോദിച്ചൊരു LDC ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു ഇത്. അപ്പോൾ കൂട്ടുകാരൊക്കെ നോക്കുക. ഓക്കെ, വീണ്ടും അടുത്ത വീഡിയോ കാണാം. ഓക്കെ, താങ്ക് യു.